ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകൻ്റെ അനുഗ്രഹീതമായൊരു അനുഭവമാണ് നാം ചിന്തിച്ചു വന്നത്. യെശയ്യാ പ്രവാചകൻ ഒരു ലക്ഷ്യബോധമുള്ള പ്രവാചകനായിരുന്നു. എന്തായിരുന്നു ലക്ഷ്യം? എന്തെങ്കിലും കുറേ വചനം പറയണം എന്നുള്ളതായിരുന്നില്ല പ്രവാചകൻ്റെ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഒരു ദൈവവേദന ലക്ഷ്യം എവിടെയായിരിക്കണം ലക്ഷ്യം? നാം എന്തിലാണ് ലക്ഷ്യം വെക്കേണ്ടത്? നാം ലക്ഷ്യം വെക്കേണ്ടത് എപ്പോഴും ആ വരുവാനുള്ള ലോകത്തിലാണ്. ഭക്തന്മാരായ ആളുകൾ പറയും, ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വരുവാനുള്ള ലോകത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു മനുഷ്യൻ ഒരിക്കലും ആത്മീയനല്ല എന്ന്. ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിക്കുന്നില്ല എങ്കിൽ വരുവാനുള്ള ലോകത്തെക്കുറിച്ച് അഥവാ ദൈവരാജ്യത്തെക്കുറിച്ച്, നമ്മുടെ ആരാധനയിൽ നാം കുർബാനയിൽ ചെല്ലും, ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മുകളിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് വിശുദ്ധാദം വരാനിരിക്കുന്ന ഉയരങ്ങളിൽ തന്നെ ആയിരിക്കുന്നു എന്നെല്ലാം നാം പറയുമ്പോഴും ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് ഓർക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ മനസ്സിൽ ആ ഓർമ്മ വരുന്നില്ല എങ്കിൽ, അതിൻ്റെ അർത്ഥം നമ്മുടെ അകത്ത് ആ ലക്ഷ്യം വന്നിട്ടില്ല എന്നാണ്. നമ്മുടെ അകത്ത് ആ ലക്ഷ്യം വന്നിട്ടില്ല. വരുവാനുള്ള ലോകത്തെക്കുറിച്ചുള്ളതായ ലക്ഷ്യം നമ്മുടെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആരും പറയാതെ തന്നെ നാം അത് ഓർത്തുകൊണ്ടിരിക്കും. ഞാൻ ഇവിടെ തന്നെ ജീവിക്കേണ്ടവനല്ല, ഞാൻ ഈ ഭൂമിയിൽ തന്നെ ജീവിക്കേണ്ടവനല്ല, ഇതിനപ്പുറമുള്ള ലോകത്ത് ജീവിക്കേണ്ടതാണെന്നുള്ളതായ ഒരു നിർണയം അവനുണ്ടായിരിക്കും. യെശയ്യാ പ്രവാചകൻ ആ നിർണയത്തിലേക്ക് വളർന്ന ദൈവവേദലാണ്. ആരംഭത്തേക്കാൾ അവസാനം നന്നായൊരു ദൈവവേദലാണ്. യെശയ്യാ പ്രവാചകൻ്റെ പ്രവചനത്തിൻ്റെ ആരംഭ ഭാഗമാണ് യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ അവസാന ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അത്രയേറെയൊന്നും അറിയില്ല. എങ്കിലും എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ പറയും, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടവരുണ്ട് എന്ന് പറയും. വിശ്വാസത്തിന് വേണ്ടി ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു. കാരണം മരിക്കേണ്ടി വന്നാലും, ഈർച്ചവാളെന്ന് പറയാൻ നമുക്കറിയാം, തടി അറുക്കുന്ന വാള്, അതുകൊണ്ട് അറുത്ത് മുറിച്ചു. യെശയ്യാ പ്രവാചകനെയാണ് ഈർച്ചവാള് കൊണ്ട് അറുക്കപ്പെട്ട പ്രവാചകൻ യെശയ്യാവാണെന്നാണ് പറയുന്നത്. അത് വന്നാലും ശരി, വിശ്വാസത്തിന് വേണ്ടി ജീവിക്കും. ആ വിശ്വാസത്തിൽ ഉറച്ച് ജീവിക്കും. ആ സമർപ്പണത്തിലേക്ക് ആ പ്രവാചകൻ വളർന്നു വരികയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നാം ഒക്കെ ഓരോരുത്തരും ആത്മാവിൽ വളരുന്നവരാണോ? നമുക്ക് ആത്മാവിൽ അങ്ങനെയുള്ളതായ ചിന്തകളൊക്കെ ഉണ്ടോ? ഏതവസ്ഥയിലായാലും വരുവാനുള്ള ലോകത്തെക്കുറിച്ചുള്ള ചിന്ത, മരിക്കേണ്ടി വന്നാലും ക്രിസ്തുവിന് വേണ്ടി നിൽക്കുമെന്നുള്ളതായ ചിന്ത, അതെല്ലാം നമ്മുടെ മനസ്സ് പോകാറുണ്ടോ? അതോ നമ്മുടെ ആത്മീയവും നമ്മുടെ ചിന്തകളെല്ലാം ഈ ലോകത്തിലെ കാര്യങ്ങളിൽ മാത്രം ബന്ധപ്പെട്ട് കിടക്കുകയാണോ ചെയ്യുന്നത്? ഇവിടുത്തെ ചില കാര്യങ്ങൾ, ഇവിടുത്തെ ചില പ്രശ്നങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് മാത്രമുള്ളതായ സംസാരം, അതിലാണോ നാം എല്ലാം കെട്ടപ്പെട്ട് കിടക്കുന്നത് എന്ന് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. യെശയ്യാ പ്രവാചകന് ഒരു സമയം വന്നപ്പോൾ ആ ശരിയായ ബോധത്തിലേക്ക് വന്നു. ദൈവമക്കൾ എപ്പോഴും അങ്ങനെയാണ്. അവരുടെ ആരംഭത്തിലൊക്കെ പല പാളിച്ചകൾ കാണാം, വളർച്ചയിലൊക്കെ പാളിച്ചകൾ കാണാം, സമർപ്പണ കുറവിലെല്ലാം വ്യത്യാസം വന്നേക്കാം, ശരിയായ സമർപ്പണത്തിലേക്ക് വരാൻ കാലമെടുത്തേക്കാം, ശരിയായൊരു തീരുമാനത്തിലേക്ക് വരാൻ വൈകിപ്പോയേക്കാം. പക്ഷേ ശരിയായൊരു തീരുമാനത്തിലേക്ക് നാം വന്നേ പറ്റൂ. ശരിയായ തീരുമാനത്തിലേക്ക് നാം എത്തിച്ചേർന്നേ പറ്റുകയുള്ളൂ. ഈ ലോകത്തിന് അനുരൂപമായി ജീവിക്കണമോ, അതോ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതമെന്തെന്ന് അറിഞ്ഞ് അതിനുവേണ്ടി ജീവിക്കണമോ? ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് നാം മനസ്സുകൊണ്ട് വന്നേ പറ്റുകയുള്ളൂ.
ദൈവമക്കളെ, അപ്രകാരമുള്ളതായ ഒരു വളർച്ചയുടെ അനുഭവമാണ് ദൈവമക്കൾക്ക് ആവശ്യമായിരിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ, അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ നിങ്ങൾക്കറിയാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66 പുസ്തകങ്ങളുണ്ടല്ലോ വേദപുസ്തകത്തിൽ. ആ പ്രവചനങ്ങളെല്ലാം നമ്മുടെ കർത്താവായ യേശു പോലും ആ പ്രവാചകൻ പറഞ്ഞ വാക്കുകളെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ജനത്തെ പഠിപ്പിച്ചത്. അപ്പോസ്തലന്മാർ ആ വചനത്തിൽ നിന്ന് ശക്തി പകർന്നെടുത്തിരുന്നു. യെശയ്യാ പ്രവാചകന്റെ വചനത്തിൽ നിന്ന് അപ്പോസ്തലന്മാർ ശക്തി പ്രാപിച്ചിരുന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം ദൈവവചനത്തിൽ ശക്തി പ്രാപിക്കാറുണ്ടോ? നാം ദൈവവചനത്തിൽ നിന്ന് ശക്തി പകർന്നെടുക്കാറുണ്ടോ? വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വചനത്തിൽ എപ്രകാരം പറഞ്ഞിരിക്കുന്നു. ആ ലക്ഷ്യത്തോടുകൂടെ വചനത്തിൽ നിന്ന് ശക്തി പ്രാപിക്കണം. ദൈവമക്കളുടെ ശക്തി എന്ന് പറയുന്നത് ദൈവവചനമാണ്. ദൈവമക്കളുടെ ശക്തി എന്ന് പറയുന്നത് അവരുടെ സ്വന്തം കഴിവൊന്നുമല്ല. ഈ ദൈവത്തിൻ്റെ വചനമാണ്, വേദപുസ്തകമാണ്, അതിലെ വചനങ്ങളാണ്. ആ വചനത്തിൽ നിന്നാണ് നാം ശക്തി പ്രാപിക്കേണ്ടത്. ആ വചനം എനിക്കുള്ളതാണെന്നും അത് ഓരോ സന്ദർഭത്തിലും നാം വായിക്കുമ്പോൾ നമുക്ക് തന്നെ ആ വചനം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. ദൈവം നമ്മളോട് സംസാരിക്കാനുള്ള മാർഗം ഏതാണ്? നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളോട് എങ്ങനെ ഇങ്ങോട്ട് സംസാരിക്കും? ആ മാർഗം എപ്പോഴും ഏതെങ്കിലും ദൈവമക്കൾ കൂടിയല്ല, അശരീരിയൊന്നുമല്ല. ദൈവം ദൈവമക്കളോട് സംസാരിക്കാൻ ഉപയോഗിക്കുന്നത് ഈ ദൈവത്തിൻ്റെ വചനമാണ്, വിശുദ്ധ വേദപുസ്തകമാണ്. നിങ്ങൾ ആവശ്യക്കാരായിട്ട് ഈ ദൈവത്തിൻ്റെ വചനവുമായിട്ട് നിങ്ങൾ മുട്ടിന്മേലിരുന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് തിരുത്താനുള്ളത് തിരുത്തിക്കൊണ്ട് പുതിയ സമർപ്പണങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ഈ വേദപുസ്തകം വായിക്കാൻ തുടങ്ങിയാൽ ദൈവം നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. നിങ്ങൾ ഏത് വഴിക്ക് തിരിയണമെന്ന് ഈ വചനം നിങ്ങളെ മനസ്സിലാക്കി തരും. ഈ വചനം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ആ തിരിവുകൾ ഏത് വഴിക്കാണ് പോകേണ്ടത് അത് ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി കിട്ടും. പ്രിയപ്പെട്ടവർ, ഈ വചനം ഉപയോഗിച്ച് ആത്മീയരായി വളരുവാൻ നാം പരിശീലിക്കണം. നമ്മുടെ അനേകം ആളുകൾക്ക് ആ പരിശീലനം കിട്ടിയിട്ടില്ല. ആ പരിശീലനമാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ വചനം വായിച്ച് വചനത്തിലൂടെ ദൈവത്തിൻ്റെ വഴിയറിഞ്ഞ് ദൈവഹിതമറിഞ്ഞ് നാം ജീവിതത്തെ ക്രമീകരിക്കാൻ പഠിക്കണം. അത് സാധിക്കുന്ന കാര്യമാണ്. അതിനാണ് ഈ വചനം എഴുത്തുന്നിരിക്കുന്നത്. ഈ വചനം നമുക്ക് തന്നിരിക്കുന്നത് തന്നെ അതിനാണ്. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആലോചന നമുക്ക് തരാൻ ദൈവം ഉപയോഗിക്കുന്നത് ഈ എഴുതപ്പെട്ട വചനമാണ്. ആ എഴുതപ്പെട്ട വചനത്തിൽ ചില ഭാഗങ്ങൾ, ഏതെങ്കിലും ഒരു ഭാഗം, ഒരു നുറങ്ങ് ദൈവം ചിലപ്പോൾ നമുക്കൊരു റീമ എന്ന പോലെ തരും. നിങ്ങൾ കേട്ട് കാണും, ലോഗോസ് എന്ന് റീമ എന്നൊക്കെ. ലോഗോസ് എന്ന് പറയുന്നത് എഴുതപ്പെട്ട വചനമാണ്. റീമ എന്ന് പറയുന്നത് ആ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൽ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം അത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. നിങ്ങളുടെ ഹൃദയം സമർപ്പണമുള്ളതാണെങ്കിലേ പറ്റൂ. നിങ്ങളുടെ ഹൃദയം അനുസരണമുള്ളതായിരിക്കണം, ഹൃദയം സമർപ്പണമുള്ളതായിരിക്കണം. ഒരു ചാഞ്ചാടുന്ന ഹൃദയത്തിലേക്ക്, ശരിയോ തെറ്റോ എന്ന് ചാഞ്ചാടുന്ന ഹൃദയത്തിലേക്ക് ഒരു തീരുമാനം, ദൈവത്തിനായിട്ട് പൂർണ്ണമായിട്ട് ഞാൻ ദൈവഹിത പ്രകാരം ജീവിക്കുമെന്ന് സമർപ്പണമെടുക്കുന്ന ഒരു ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ റീമ പോലും വരും. ദൈവത്തിൻ്റെ വചനം ആ വ്യക്തിയെ പൂർണ്ണമായും നടത്തും, തെറ്റുപറ്റാതെ നടത്തും, വ്യക്തമായിട്ട് ആലോചന കൊടുത്ത് നടത്തും. ദൈവമക്കളെ, ആ വചനം ഉപയോഗിച്ച് ജീവിക്കാനുള്ളതായ ഒരു പരിശീലനമാണ് നമുക്കെപ്പോഴും ആവശ്യമായിരിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു. ആ വചനം കർത്താവ് എടുത്തു പറഞ്ഞു. അപ്പോസ്തലന്മാർ ആ വചനം ഉപയോഗിച്ച് ജീവിക്കാൻ പഠിച്ചു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ
എൻ്റെ പാപത്തിൻ്റെ ഫലമായി ഞാൻ ശിക്ഷ അനുഭവിക്കേണ്ടവനാണ്. എന്നാൽ എൻ്റെ പാപത്തിന് പകരമായി കർത്താവായ യേശുക്രിസ്തു മരിച്ചു. അതാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ പാപത്തിന് പകരമായി ഞങ്ങളുടെ പാപം ഏറ്റെടുത്ത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. ഞാൻ പാപിയാണ്, പാപം ചെയ്തിട്ടുണ്ട്, എൻ്റെ പാപത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടതാണ്. പക്ഷേ എനിക്ക് പകരമായി കർത്താവായ യേശു എൻ്റെ പാപത്തിന് പകരമായി ക്രൂശിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. എൻ്റെ പാപത്തിന് പകരമായി ഞാൻ ഒരു ശിക്ഷയും അനുഭവിക്കേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, ആ ബോധമാണ് നമ്മുടെ ഈ വചനത്തിലൂടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരേണ്ടത്, എൻ്റെ ഹൃദയത്തിലേക്ക് വരേണ്ടത്. എൻ്റെ പാപത്തിന് ശിക്ഷ ഏൽക്കേണ്ടവനാണ്. മദ്യപാനിക്ക് ശിക്ഷയില്ലേ? ഭാര്യയും ഭർത്താവും കലഹിക്കുന്നവന് ശിക്ഷയില്ലേ? മർദ്ദിക്കുന്നവന് ശിക്ഷയില്ലേ? വ്യഭിചാരത്തിന് ശിക്ഷയില്ലേ? കോപത്തിന് ശിക്ഷയില്ലേ? നുണയ്ക്ക് ശിക്ഷയില്ലേ? മോഷണത്തിന് ശിക്ഷയില്ലേ? അവിഹിതമായ കാര്യങ്ങൾക്ക് ശിക്ഷയില്ലേ? എല്ലാത്തിനും ശിക്ഷയുണ്ട്. ശിക്ഷയില്ലാത്ത ഒരു പാപവും ഇല്ല. എന്നാൽ അതിന് പകരമായി, എനിക്ക് പകരമായി യേശു ക്രൂശിക്കപ്പെട്ടു. ദൈവമക്കളെ, ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് കിട്ടേണ്ടത് എന്താണ്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എനിക്ക് പകരമായി യേശുക്രിസ്തു മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം കൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്കൊരു ശിക്ഷാവിധിയുമില്ല. രണ്ടാമത്, ഞാൻ എൻ്റെ പാപം ഏറ്റുപറയാൻ പഠിച്ചു. എൻ്റെ പാപം എൻ്റെ സ്വന്തം മനസ്സുകൊണ്ട് തന്നെ ഞാൻ ഏറ്റുപറയാൻ പഠിച്ചു. ഈ രണ്ട് കാര്യം കൊണ്ടാണ് എനിക്ക് ശിക്ഷാവിധിയില്ല. ഒന്ന്, കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ പാപത്തിന് പകരമായി മരിച്ചു. അതാണ് ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അതിൻ്റെ അർത്ഥം അതാണ്. എനിക്ക് പകരമായി യേശു മരിച്ചു, അത് ഞാൻ വിശ്വസിക്കുന്നു. ആ ബോധമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ. 1 കൊരിന്ത്യർ 1:23 നാം വായിച്ചത്. അതിൻ്റെ 18-19 വാക്യം നമുക്ക് വായിച്ചു നോക്കാം. അതിൻ്റെ 18-19 വാക്യം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പ്രിയപ്പെട്ടവരെ, ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം? ഈ വേദപുസ്തകം വായിച്ച് കിട്ടുന്ന ജ്ഞാനം വേറെ ഒരു പുസ്തകം വായിച്ചാലും കിട്ടില്ല. ഈ വേദപുസ്തകത്തിൽ നിന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായ ആത്മീയ പരിജ്ഞാനം, സ്വഭാവ ശ്രേഷ്ഠത, പെരുമാറ്റത്തിനുള്ളതായ ആ പവിത്രത, ഇതൊന്നും വേറെ ഒരു പ്രകാരത്തിൽ നിങ്ങൾക്ക് കിട്ടുകയില്ല. ഇതിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. ജ്ഞാനികളുടെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കി എന്ന് വെച്ചാൽ ദൈവരാജ്യത്തിൽ പോകാനുള്ള വഴി വേറെ ഒരു സ്ഥലത്തു നിന്നും മനസ്സിലാവില്ല. ഈ വചനത്തിലൂടെ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ജീവിതത്തിലെ സ്വഭാവത്തെക്കുറിച്ചോ നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനം വേറെ എങ്ങൊന്നും കിട്ടുകയില്ല. ദൈവരാജ്യത്തിൽ പോകാനുള്ള വഴി വേറെ ഒരു പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാനും പറ്റില്ല. ജ്ഞാനികളുടെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കി. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം. പ്രിയപ്പെട്ടവരെ, ഞാനും ഓർക്കാറുണ്ട്, ദൈവവചനം കേൾക്കാതിരുന്ന കാലത്ത് ഞാൻ ഓർത്തിട്ടുണ്ട്, ഞാൻ കുറച്ച് ബുദ്ധിമാനൊക്കെയാ, കഴിവുള്ളവനൊക്കെയാ, അതുകൊണ്ട് എനിക്ക് വേദപുസ്തകമൊന്നും വായിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അത് കഴിവാണെന്നാണ് അന്ന് തോന്നിയത്. പക്ഷേ വചനം വായിച്ചപ്പോഴാണ് മനസ്സിലായത്, അന്ന് ഞാനൊരു മൂഢനായിരുന്നു. ഈ വചനത്തിലേക്ക് വരുന്നതിന് മുമ്പ്, ഈ വചനം കേൾക്കുന്നതിന് മുമ്പ് എൻ്റെ അറിവും എൻ്റെ കഴിവും എൻ്റെ പാരമ്പര്യവും എൻ്റെ ആ വഴിപാട് നേർച്ചയുമായിട്ടില്ല ഞാൻ നടന്ന കാലത്ത് ഞാനൊരു ഭോഷനായിരുന്നു, ഞാനൊരു ഇഡിയറ്റായിരുന്നു, ഞാനൊരു മൂഢനായിരുന്നു. അത് ഞാൻ മനസ്സിലാക്കിയത് ഈ വചനം വായിച്ചപ്പോഴാണ്. ഭോഷത്വമാണ്. ഈ വചനം മനസ്സിലാക്കാതെ മാറി നിൽക്കുന്നത് ഭോഷത്വം തന്നെയാണ്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവത്തിൻ്റെ ശക്തിയുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നാം എല്ലാം ഏത് കുടുംബത്തിലെ അംഗങ്ങളാണ്?
നാം എല്ലാം നമ്മളിന്ന് പലപ്പോഴും അറിയപ്പെടുന്നത് സഭകളുടെ പേരിലൊക്കെയാണ്. സഭകളുടെ പേരിലൊക്കെയാണ് നാം അറിയപ്പെടുന്നത്. കത്തോലിക്ക സഭയക്കാരനാണ്, ഓർത്തഡോക്സുകാരനാണ്, യാക്കോബക്കാരനാണ്, മാർത്തോമ്മക്കാരനാണ്, ഇവാഞ്ചലിക്കലുകാരനാണ്, അല്ലെങ്കിൽ ഇന്ന ഫെലോഷിപ്പിലെ ഉള്ളവരാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ തൊഴിലിൻ്റെ പേരിലാണൊക്കെ നാം അറിയപ്പെടുന്നത്. പക്ഷേ ദൈവം നമ്മളെ അറിയുന്നത് ഏത് പേരിലാണ്? ദൈവം നമ്മളെ ഏത് കുലത്തിൽപ്പെട്ടവരെന്നാണ് കണക്കാക്കുന്നത്? നമ്മുടെ കുലമേതാണ്? നമ്മുടെ കുലമെന്ന് പറയുന്നത് ഒരു പതിത കുലമാണ്. എന്ന് വെച്ചാൽ ആദാമിൻ്റെ കുലമാണ് നമ്മുടെ കുലം. ആദാമിൻ്റെ കുലമാണ്. എന്താണ് അതിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത? ആദാമിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത എന്താണ്? വായിച്ചു നോക്കാം. യോബ് 31:33. ഞാൻ ആദാമിനെ പോലെ എൻ്റെ ലംഘനം മൂടി എൻ്റെ അകൃത്യം മാർവിടത്ത് മറച്ചു വെച്ചെങ്കിൽ. പ്രിയപ്പെട്ടവരെ, ആദാമിൻ്റെ കുലമാണ് നമ്മുടെ. എന്ന് വെച്ചാൽ ആദാമിൻ്റെ രക്തമാണ് നമ്മളിലൂടെ എല്ലാം ഒഴുകുന്നത്. എന്താണ് ആ രക്തത്തിൻ്റെ പ്രത്യേകത? പാപം തുറന്നു പറയാൻ വൈഷമ്യമാണ് നമുക്ക്. പാപം തുറന്ന് സമ്മതിക്കാൻ നമുക്ക് മടിയാണ്. അതാണ് ആദാമിൻ്റെ കുലമെന്ന് പറയുന്നത്. സ്വഭാവം സമ്മതിക്കാൻ, ഞാനൊരു തെറ്റ് ചെയ്താൽ അത് ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയാൻ നമുക്ക് ലജ്ജയാണ്. നാം അത് പറയാൻ താല്പര്യമുള്ളവരല്ല, നാം അത് പറയാൻ മടിക്കുന്നവരാണ്. അതാണ് ആദാമ്യ സ്വഭാവം എന്ന് പറയുന്നത്. അതാണ് ആദാമ്യ കുലമെന്ന് പറയുന്നത്. ആദാമ്യ കുലമാണ് നാം. ഒരു പതിത കുലമാണ്. നമ്മുടെ രക്തമെല്ലാം പാപപങ്കിലമാണ്. അത് കത്തോലിക്കൻ്റെ ആയാലും ഓർത്തഡോക്സുകാരൻ്റെയോ യാക്കോബായക്കാരനോ, അത് എഞ്ചിനീയറോ ഡോക്ടറോ അത് കൃഷിക്കാരനോ അധ്യാപകനോ ആരും ആകട്ടെ, നമ്മുടെ എല്ലാ രക്തം പാപപങ്കിലമാണ്, ആദാമ്യ കുലമാണ്. നമുക്ക് പാപം തുറന്നു പറയുക ഇഷ്ടമുള്ള കാര്യമല്ല. നാം അതിനെ വെറുക്കുന്നവരാണ്. അതാണ് നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. സഭാപ്രസംഗി 6:10 വായിച്ചു നോക്കാം. ഒരുത്തൻ എന്ത് തന്നെയായിരുന്നാലും അവനെ പണ്ടേ തന്നെ പേർ വിളിച്ചിരിക്കുന്നു. ഒരുത്തൻ എന്ത് തന്നെയായിരുന്നാലും, അവൻ ഏത് മതത്തിലോ ഏത് സഭയിലോ ഏത് പദവിയിലോ ഏത് ഉന്നത സ്ഥാനത്തോ ഏത് അലങ്കാരിക പദവിയിലോ ഇരുന്നതായാലും, ഒരുത്തൻ എന്ത് തന്നെയായിരുന്നാലും അവന് പണ്ടേ തന്നെ പേർ വിളിച്ചിരിക്കുന്നു. അവന് പണ്ടേ തന്നെ പേർ വിളിച്ചിരിക്കുന്നു. ആദാമെന്ന പേര് വിളിച്ചിരിക്കുന്നു. പാപം തുറന്നു പറയാൻ മനസ്സില്ലാത്തവനെന്ന് ദൈവം എല്ലാവരെയും പേര് വിളിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇഷ്ടമാണോ? പൂർണ്ണമായിട്ടെല്ലാം തുറന്നു പറയാൻ ഇഷ്ടമാണോ? ഒരു ലജ്ജയും കൂടാതെ ഞാനാണ് കുറ്റക്കാരെന്ന് പറയാൻ ഇഷ്ടമാണോ? നിങ്ങളുടെ ഭവനത്തിലൊരു കലഹമുണ്ടായാൽ, നിങ്ങളുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടായാൽ, അത് ഞാൻ മൂലമാണ് വന്നത് എന്ന് പറയാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അതോ ഞാൻ ചെയ്യേണ്ടതാണെന്നുള്ളൊരു ബോധം വരുന്നുണ്ടോ? അവിടെയെല്ലാമാണ് നമ്മുടെ വീഴ്ച കിടക്കുന്നത്. അതാണ് ആദാമ്യ സ്വഭാവം എന്ന് പറയുന്നത്. അതാണ് നാം പണ്ടേ തന്നെ പേർ വിളിച്ചിരിക്കുന്നു. നാം കുറ്റം സമ്മതിക്കാൻ എളുപ്പത്തിൽ തയ്യാറുള്ളവരല്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, യെശയ്യാ പ്രവാചകനും അങ്ങനെ തന്നെയായിരുന്നു. യെശയ്യാ പ്രവാചകൻ താൻ തെറ്റുകാരനാണ്, കുറ്റമുണ്ട് എന്ന് സാവകാശമാണ് ആ സത്യത്തിലേക്ക് വരുന്നത്. പക്ഷേ സത്യത്തിലേക്ക് വന്നു എന്നുള്ളതാണ് അതിൻ്റെ ശ്രേഷ്ഠത. ദൈവമക്കളെ, നിങ്ങൾ മനം തിരിയാൻ അല്പം വൈകിയാലും നിങ്ങൾ സത്യത്തിലേക്ക് വരണം. നിങ്ങൾ തെറ്റ് സമ്മതിക്കുന്ന പ്രകൃതത്തിലേക്ക് വരണം. ഇന്നുവരെ നിങ്ങൾ സാവകാശത്തിലാണെങ്കിലും നിങ്ങൾ ആ അനുഭവത്തിലേക്ക് വരണം. അപ്പോൾ മാത്രമേ നിങ്ങളുടെ ശ്രേഷ്ഠത ആരംഭിക്കുകയുള്ളൂ. യെശയ്യാ പ്രവാചകൻ സാവകാശമാണ് ആ അനുഭവത്തിലേക്ക് വന്നത്. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യനെന്ന് പറയാൻ വൈകിപ്പോയി. ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഞാൻ പ്രസംഗിക്കുമ്പോൾ ശക്തി വ്യാപരിക്കില്ല. കാരണം ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളോടെയാണ് പ്രസംഗിക്കുന്നത്. ദൈവമക്കളെ, നിങ്ങൾ സുവിശേഷം പങ്കുവച്ചാലും അതിന് പ്രയോജനമില്ലാതായി പോവും. സുവിശേഷ വേല ചെയ്താലും പ്രയോജനം ഉണ്ടാകുകയില്ല. കാരണം എന്താണെന്നറിയാവോ?
അത് പറയാനുള്ള യോഗ്യത നാവിനുണ്ടായിട്ടില്ല. ഞാൻ നിങ്ങളോട് സുവിശേഷം പറയണമെങ്കിൽ ഞാൻ പറയാൻ ഉപയോഗിക്കുന്ന നാവിന് യോഗ്യതയുണ്ടാകണം. സുവിശേഷം പറയാനുള്ള യോഗ്യത നാവിന് പ്രാപിച്ചിട്ട് വേണം സുവിശേഷം പ്രസംഗിക്കാൻ, സുവിശേഷം പറയാൻ, ഭവന സന്ദർശനം നടത്താൻ. അധിക ശിക്ഷാവിധി വരുമെന്നുള്ളത് കൊണ്ട് നിങ്ങൾ അധിക പേരും ഉപദേഷ്ടാക്കന്മാർ ആകരുത് ദൈവത്തിൻ്റെ വചനം പറയും. ദൈവമക്കളെ, നമ്മുടെ നാവിന് യോഗ്യത പ്രാപിക്കണം. അല്ലാതെ പറഞ്ഞാൽ അത് പ്രയോജനപ്പെടുകയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവവേല ചെയ്യാൻ പഠിക്കണം. ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് വചനം പറയാൻ പരിശീലിക്കണം. മനുഷ്യരെ പ്രസാദിപ്പിച്ചുകൊണ്ടല്ല, ദൈവം പ്രസാദിക്കുന്ന രീതിയിൽ ജീവിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ദൈവവേല ചെയ്യാൻ നാം പഠിക്കണം. അതാണ് യെശയ്യാ പ്രവാചകൻ ആ അനുഭവത്തിലേക്കാണ് കടന്നു വന്നത്. 6:6-7 വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 6-7 വാക്യം നമുക്ക് വായിക്കാം. അപ്പോൾ സറാഫുകൾ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അത് എൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം വായിക്കുന്നു ഒരു യാഗപീഠം. ഏതാണ് ആ യാഗപീഠം? പ്രവാചകനായ യെശയ്യാവ് ദർശനത്തിൽ കണ്ടതായ യാഗപീഠം പ്രവാചകന് ശേഷം ഉണ്ടാകാൻ പോകുന്നതായ കർത്താവായ യേശുവിൻ്റെ കാൽവരിയിലെ ക്രൂശ. ആ ക്രൂശ ബലിയാണ്. അതാണ് ആ യാഗപീഠം. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ആ യാഗപീഠം. ഇസ്രായേൽ മക്കളുടെ ദേവാലയത്തിലെ 2 യാഗപീഠങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് നിരന്തരം തീ കത്തുന്നതായ ഒരു യാഗപീഠം, രണ്ടാമത് സുഗന്ധം കത്തിക്കുന്നതായ ഒരു യാഗപീഠം. ഇവിടെ ഇതാ യേശുവിൻ്റെ തിരുരക്തം, കർത്താവായ യേശുവിൻ്റെ ബലിയെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ നിന്നാണ് ഒരു തീക്കട്ട കിട്ടുന്നത്. ദൈവമക്കളെ, പാരമ്പര്യത്തിൽ തീയൊന്നുമില്ല, സംഘടനയിൽ തീയൊന്നുമില്ല, പെരുന്നാളിൽ തീയൊന്നുമില്ല, തീർത്ഥാടനത്തിൽ തീയൊന്നുമില്ല. പിന്നെ എവിടെയാണ് ആത്മീയ തീയുള്ളത്? ആത്മീയ തീയുള്ളത് കാൽവരിയിലെ കുരിശിലാണ്. കാൽവരിയിലെ കുരിശിലാണ് ആത്മീയ തീയുള്ളത്. ആ തീയിൽ നിന്നുള്ള തീക്കട്ട എന്നെ നിങ്ങളെ സ്പർശിച്ചാൽ മാത്രമേ ദൈവമക്കളെ നമുക്ക് ശുദ്ധീകരണം വരികയുള്ളൂ. ആ തീയുടെ ഉറവിടം നാം മനസ്സിലാക്കണം. മാത്രമല്ല, നാം ഇവിടെ സാറാഫുകളെ കാണുന്നു. ആരാണ് ഈ സാറാഫുകൾ? സാറാഫുകൾ പാപത്തെ ഓർത്ത് കരയുന്ന ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് അതിവേഗത്തിൽ പറന്നു വരുന്ന ദൈവദൂതന്മാരുണ്ട്. നാം ഓരോരുത്തരും അതാകണം. പാപത്തെ ഓർത്ത് കരയുന്നതിൻ്റെ അടുക്കൽ ചെന്ന് അവനോട് കരയണ്ട, ആശ്വാസമുണ്ട്, സമാധാനമുണ്ട് എന്ന് പറയാനുള്ളതാണ് നമ്മുടെ നാവ്. നാം അതിനുള്ള വിശ്വാസം പ്രാപിച്ചിരിക്കണം. പാപം മൂലം നശിക്കുന്ന കുടുംബങ്ങളുണ്ട്. മദ്യപാനം മൂലം, കലഹം മൂലം നശിക്കുന്ന കുടുംബങ്ങളുണ്ട്. പാപം മൂലം നശിക്കുന്ന വ്യക്തികളുണ്ട്. അവരുടെ അടുക്കൽ ചെന്ന് സഹോദര നശിക്കണ്ട, സഹോദരി നശിക്കണ്ട, ഈ കുടുംബം ഇങ്ങനെ നശിച്ചു പോകേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ക്രിസ്തുവിൽ രക്ഷയുണ്ട് എന്ന് പറയാനുള്ളതാണ് നമ്മുടെ നാവ്. അതിനുള്ളതാണ് നമ്മുടെ വിശ്വാസം. അതിനുള്ളതാണ് നമ്മുടെ സ്നേഹബന്ധം ക്രിസ്തുവിൽ നമുക്ക് കിട്ടുന്നത്. ദൈവമക്കളെ, നിങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കാറുണ്ടോ നിങ്ങളുടെ നാവ്? നാം അതിനുവേണ്ടിയാണ് നമ്മുടെ നാവ് ഉപയോഗിക്കേണ്ടത്. മറ്റുള്ളവരോട് അവരുടെ പാപത്തിന് പരിഹാരമുണ്ടെന്ന് പറയാൻ. നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ ആ ഭവനത്തിന് സമാധാനമുണ്ടെന്ന് പറയുവീൻ, കർത്താവ് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞാൽ എന്താ? പാപം മൂലം വന്ന പ്രശ്നത്തിന് ആ ഭവനത്തിന് സമാധാനം കിട്ടുമെന്നാണ് നാം ഓരോരുത്തരോടും പറയേണ്ടത്. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്, യെശയ്യാ പ്രവാചകൻ്റെ ആ പുസ്തകമാണ്, ആ അധ്യായമാണ് കുരിശിൻ്റെ പൊരുൾ മനസ്സിലാക്കി തരുന്നത്. കുരിശിൻ്റെ പൊരുൾ എന്താണ്? അതിൻ്റെ പൊരുൾ കാൽവരി യാഗത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അവൻ്റെ പാപത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ യെശയ്യാ പ്രവാചകൻ തയ്യാറായി. തൻ്റെ പാപത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ യെശയ്യാ പ്രവാചകൻ തയ്യാറായി. എനിക്ക് തെറ്റുപറ്റി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ ഭവനത്തിലൊരു കലഹമുണ്ടായി, അത് നിങ്ങൾ മൂലമാണെങ്കിൽ അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതിൽ നിങ്ങളുടെ പങ്ക്, എനിക്കും തെറ്റുപറ്റിയെന്ന് പറയാൻ നിങ്ങൾ തയ്യാറാണോ? യോനാ പ്രവാചകൻ തയ്യാറായി. കപ്പൽ അപകടത്തിൽപ്പെട്ടു, കപ്പൽ ഇളകി, നഷ്ടം വന്നു.
യോഹന്നാൻ സമ്മതിച്ചു, ഞാനാണ് ഉത്തരവാദി. അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഞാൻ മൂലമാണ് ഈ കൊള്ളിളക്കം വന്നത്. അവിടെ സമ്മതിച്ചപ്പോൾ പാപം ക്ഷമിക്കുന്ന ദൈവം അവൻ്റെ ഭാവി ഏറ്റെടുത്തു. ദൈവമക്കളെ, എപ്പോഴും പാപം ക്ഷമിക്കാനുള്ള ആ അറപ്പും വെറുപ്പും മാറിയിട്ട് പാപം അഡ്മിറ്റ് ചെയ്യാനും, എനിക്ക് തെറ്റ് സംഭവിച്ചു, ഞാൻ ദൈവത്തിനെതിരായി പ്രവർത്തിച്ചു എന്ന് പറയാനുള്ളതായ ആ വിനയമാണ് മനുഷ്യനെ രക്ഷിക്കുന്നത്. ഭക്തൻ മറിയാമിനെ രക്ഷിച്ചത് വഴിപാടുമല്ല, നേർച്ചയുമല്ല, ആരുടെയും പ്രാർത്ഥനയുമല്ല. അവളുടെ ആ മനസ്സാണ്, എനിക്ക് തെറ്റുപറ്റി, ഞാൻ തെറ്റിൽ ജീവിച്ചവളാണ്, ഇനി ഞാൻ സൂക്ഷിച്ചു കൊള്ളാമെന്ന് പറയാനുള്ളതായ വിനയമാണ് മഗ്ദലന മറിയാമിനെ ശുദ്ധിമതിയാക്കിയത്, സുവിശേഷകയാക്കിയത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആ മനസ്സുണ്ടോ? ആ മനസ്സാണ് നമുക്ക് വേണ്ടത്. അത് കിട്ടിയാൽ നമ്മുടെ ഭാവി ശോഭനമായി തീരും. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, ഞാൻ മറ്റുള്ളവരെ വിമർശിച്ചതായ ആ നാവ്, മറ്റുള്ളവരെ വിമർശിച്ച ഒരു നാവാണ് എനിക്കുള്ളത്, ഒരു നാവാണ് എനിക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ മറ്റുള്ളവർ വിമർശിച്ച നാവാണോ നിങ്ങളുടെ കയ്യിലുള്ളത്? മറ്റുള്ളവരെ അകാരണമായി കുറ്റം പറഞ്ഞ നാവാണോ നിങ്ങൾക്കുള്ളത്? നിങ്ങളതിൽ സന്തോഷിക്കുന്ന വ്യക്തിയാണോ? മറ്റുള്ളവരെ കുറ്റം പറയുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന വ്യക്തിയാണോ? അതോ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു പോയല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്ന വ്യക്തിയാണോ? നിങ്ങളുടെ മനോഭാവം എന്താണ്? നിങ്ങളുടെ മനസ്സെന്താണ്? നിങ്ങൾക്ക് തെറ്റുപറ്റിയെന്നുള്ള മനസ്സാണോ ഉള്ളത്? പ്രവാചകനായ യെശയ്യാവ് താൻ പൊടിയെന്ന് ഓർത്തില്ല. താൻ ഒരു പ്രവാചകനായാലും ശരി, ഏത് മനുഷ്യനായാലും ശരി, അവൻ പൊടിയെന്ന് മനുഷ്യൻ ഓർക്കണം. ഞാനൊരു പൊടിയാണ്, ഞാനൊരു പൊടിയാണെന്ന് അവൻ ഓർക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു പൊടിയെന്ന് നാം ഓർക്കണം. ഞാൻ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നു, പക്ഷേ ഞാനൊരു പൊടിയെന്ന് ഓർക്കണം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, കണ്ടാൽ ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വന്ന് അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. കർത്താവ് ചോദിക്കുന്നതാണ്. എന്തിനാണ് കർത്താവ് ചോദിച്ചത്? എനിക്കൊരവസരം തരാവോ, ഒരവസരം തരാവോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുസ്തകം അടച്ചിട്ട് നമുക്ക് ചിന്തിച്ച് നോക്കാം. യെശയ്യാ പ്രവാചകൻ, നമ്മളെല്ലാം ഏത് കുലത്തിലംഗങ്ങളാണ്? പതിത കുലമാണ്. പാപം പറയാൻ എളുപ്പം സമ്മതിക്കില്ല. ഒരിക്കലും പാപം അഡ്മിറ്റ് ചെയ്യാൻ നമുക്ക് വൈഷമ്യമുണ്ട്. നാം ന്യായം പറയുന്നതിലാണ് താല്പര്യം. പാപം സമ്മതിക്കുന്നതിനേക്കാൾ നമുക്ക് താല്പര്യം പറഞ്ഞതിൻ്റെ കാരണം കണ്ടുപിടിക്കാനാണ് താല്പര്യം. പാപത്തിൻ്റെ പറഞ്ഞതിൻ്റെ കാരണം കണ്ടുപിടിക്കാനാണ് നമുക്ക് ഏറ്റവും ഉത്സാഹം. പ്രിയപ്പെട്ടവരെ, നമുക്കിന്നൊരു വ്യത്യാസപ്പെടാം. നാം പൊടിയെന്ന് നാം ഓർക്കണം, നാം പൊടിയെന്ന് നാം ഓർക്കണം. നന്ദിയോടെ എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ തന്നെ നിങ്ങൾ തീരുമാനിക്കുക. കർത്താവ് ഒന്നേ ചോദിക്കുന്നുള്ളൂ, എനിക്കൊരവസരം തരാമോ? ഞാൻ വാതിക്കൽ വന്ന് മുട്ടുന്നു, ഞാൻ വാതിക്കൽ വന്ന് മുട്ടുന്നു. മകനെ, നിന്നെ ശുദ്ധീകരിക്കാൻ എനിക്കൊരവസരം തരാമോ? നിന്നോട് സംസാരിക്കാൻ എനിക്കൊരവസരം തരാമോ? നിന്നെ ഒന്ന് തൊടാൻ എനിക്കൊരവസരം തരാമോ? എൻ്റെ മുമ്പിലൊന്ന് വിനയപ്പെടാൻ അവസരം തരാമോ? എൻ്റെ അഭിപ്രായം മാറ്റിയെടുക്കാൻ ഒരു അവസരം തരാമോ? ഹല്ലേലൂയ. ദൈവമക്കളെ, ആരെല്ലാം തീരുമാനിക്കുന്നുണ്ട്? പാപം ഏറ്റുപറയുന്നവരുടെ അടുക്കലേക്ക് ഒരു മാലാഖ, എത്ര വേഗമാണ് മാലാഖ പറന്നു വന്നത്, അവൻ്റെ അതിരത്തെ തുടിവിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു തീരുമാനത്തിലേക്ക് വരാം. ഞാൻ തിരുത്താൻ തയ്യാറാണ്, ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ്, ഞാൻ എൻ്റെ വാക്ക് സൂക്ഷിക്കാൻ തയ്യാറാണ്. കർത്താവേ, അടിയന് അവസരം തരാൻ തയ്യാറാണ്. എൻ്റെ ഹൃദയത്തെ മാറ്റിമറിച്ച് തരണം, എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് തരണം, എൻ്റെ അന്തരംഗത്തെ മാറ്റിത്തരണം. ഞാൻ എൻ്റെ ആത്മാവിനെ കൊന്നവനാണെന്നുള്ള ഉത്തരവാദിത്വം, ഞാൻ എൻ്റെ ആത്മാവിനെ നശിപ്പിച്ചവനാണെന്നുള്ള ഉത്തരവാദിത്വം യെശയ്യാവ് ഏറ്റെടുത്തു. അപ്പോൾ ഇതാ മാലാഖ പറക്കുന്ന ശബ്ദം, സ്തുതിയുടെ ശബ്ദം, ഘോഷശബ്ദം എല്ലാം മുഴങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്തുതിക്കണം, ആരാധിക്കണം. അതിനെന്താണ് വേണ്ടത്? ഞാൻ എൻ്റെ ആത്മാവിനെ കൊന്നുകളഞ്ഞൊരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ ആത്മാവിനെതിരായി പ്രവർത്തിച്ചു. ഞാൻ എൻ്റെ ആത്മാവിനോട് ജാഗ്രത കാണിച്ചില്ല. ആ ബോധമാർക്കെല്ലാം ഉണ്ട്. ഇപ്പോൾ നമുക്ക് തിരുത്താം. ക്രിസ്തു കുരിശിലും കാൽവരി കുരിശ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. മകനെ, എനിക്കൊരവസരം തരാവോ? കണ്ടാലും ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. നമുക്ക് തുറക്കാം. കർത്താവെ, അകത്തേക്ക് വരണം. കർത്താവെ, എനിക്ക് സമ്മതമാണ്.
എൻ്റെ വാക്കിനെ ഞാൻ ഇതുവരെ സൂക്ഷിച്ചില്ല, ഞാൻ ജാഗ്രത പാലിച്ചില്ല. എന്നാൽ ഇന്നു മുതൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ അലിഞ്ഞു ചേരുവാൻ, ക്രിസ്തീയ വഴികളോട്, സുവിശേഷ മാർഗങ്ങളോട്, കർത്താവിൻ്റെ വഴികളോട് ഇഴുകിച്ചേരുവാൻ എനിക്ക് മനസ്സാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമക്കളെ, അതോർത്താണ് നാം സ്തുതിക്കുന്നത്. അവസരം കൊടുത്ത ദൈവമക്കൾക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഞാൻ കർത്താവിന് അവസരം കൊടുത്തു എന്നെ കഴുകുവാൻ, എൻ്റെ ഹൃദയത്തിലേക്ക് വരാൻ, എന്നെ മാറ്റിമറിക്കാൻ, എന്നെ ശുദ്ധീകരിക്കാൻ, എന്നെ തിരുത്തുവാൻ. എനിക്ക് തെറ്റുബോധം വന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർക്കെല്ലാം അവസരം കൊടുക്കുന്നുണ്ട്, ആരെല്ലാം കർത്താവിന് അവസരം കൊടുത്തുവോ അവർക്ക് കരങ്ങളുയർത്തി ദൈവത്തെ സ്തുതിക്കാൻ. കർത്താവേ, എനിക്ക് മനസ്സാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞാനിതാ നിനക്ക് അവസരം തരികയാണ്, അവസരം തരികയാണ്. എനിക്ക് തിരുത്താൻ അവസരം തരികയാണ്. കർത്താവേ, ഞാൻ മാറിക്കൊള്ളാം, ഞാൻ അഭിപ്രായം മാറ്റിക്കൊള്ളാം, ഞാൻ ശാഠ്യത്തിനില്ല, ഞാൻ സ്നേഹം പകർന്നുകൊള്ളാം, ഞാൻ ഇനി പ്രതികാരത്തിനില്ല, ഞാൻ കുറ്റം കണ്ടുപിടിക്കാനില്ല. സ്നേഹമല്ലാതെ എന്നിൽ നിന്ന് യാതൊന്നും പുറത്തേക്ക് വരികയില്ല. സ്നേഹിക്കാൻ സ്നേഹിക്കാൻ സ്നേഹിക്കാനല്ലാതെ മറ്റൊന്നും എൻ്റെ അകത്തുനിന്ന് വരികയില്ല എന്നുള്ള തീരുമാനമുള്ളവർക്ക് കരങ്ങളുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവജനമേ, പകരം സ്നേഹം കൊടുക്കുക. സ്നേഹമല്ലാത്തതെല്ലാം മാറിപ്പോകട്ടെ, സ്നേഹത്തിൽ നിതിരാത്തതെല്ലാം മാറിപ്പോകട്ടെ. ആത്മാവ് വ്യാപരിക്കട്ടെ, തീ ഇറങ്ങട്ടെ, തീയുടെ ആത്മാവ് വരട്ടെ, വൈരാഗ്യം മാറിപ്പോകട്ടെ, പ്രതികാരത്തിന്റെ ആത്മാവ് മാറട്ടെ. ഇനി ശാന്തത, ഇനി സൗമ്യത, ഇനി സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഈ നിസ്സാര സമയത്ത് ഞങ്ങളോട് സംസാരിച്ച കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളോട് ഇടപെട്ട ദൈവസ്നേഹത്തിനായി സ്തോത്രം. ഞങ്ങളുടെ തീരുമാനത്തിന് വേണ്ടി നീ കാത്തിരുന്ന കൃപയ്ക്കായി സ്തോത്രം. നീ സാവകാശം ഞങ്ങളെ ചൂടുപിടിപ്പിച്ച കൃപയ്ക്കായി സ്തോത്രം. ദൈവദിനം തന്ന് സഹായിച്ചതിനായി സ്തോത്രം. ഇതിലെ രോഗികളെ സൗഖ്യമാക്കണം. കർത്താവേ, ബന്ധനസ്ഥരെ വിടിവിക്കണമേ. ആശ്വാസമറ്റവർക്ക് ആശ്വാസം കൊടുക്കണമേ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, ഉറക്കം നഷ്ടപ്പെട്ടവരുണ്ട്, സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, ഐക്യം നഷ്ടപ്പെട്ടവരുണ്ട്. ഇപ്പോൾ നാഥ, ഈ കൈകളിലേക്ക് അതെല്ലാം പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ.